അർജുനെ അറിയാത്ത ഒരു കുഞ്ഞു പോലും ഉണ്ടായിരിക്കില്ല ഇന്ന് നമ്മുടെ കേരളക്കരയിൽ. അത്രയ്ക്കും അർജുൻ നമ്മുടെ ഹൃദയത്തോടെ ചേർന്നു നിൽക്കുകയാണ്. അർജുനായുള്ള കാത്തിരിപ്പ് ഓരോ മലയാളിയും ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അർജുൻ ജീവനോടെ തന്നെ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ. അത്തരത്തിൽ അർജുന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്ന ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഹൃദയഹാരിയായ കുറിപ്പാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: വെറും 10 ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ അർജുൻ നിന്നോട്. അതിനു മുന്നേ ഒരിക്കലും ഞാൻ നിന്നെ കണ്ടിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ ഇല്ല നിന്നെപ്പറ്റി. പക്ഷേ ഈ 10 ദിവസം കൊണ്ട് നീ എൻ്റെ ആരൊക്കെയോ ആയി മാറി എന്നതാണ് സത്യം. ഓരോ നിമിഷവും മനസ്സിൽ നിന്റെ മുഖം മാത്രമാണ്, നിന്റെ ചിന്തകളാണ്. പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. ഓരോ നിമിഷവും അതുണ്ട്. പ്രിയപ്പെട്ടവനെ നീ ഒന്ന് മടങ്ങി വരാൻ അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകൾ ഓരോ മലയാളിക്കും പ്രതീക്ഷയുടെ മിനിറ്റുകളാണ്. വെള്ളത്തിന്റെ അടിയിൽ ആ പുഴയിൽ ഒരു മനുഷ്യന് 10 ദിവസം ജീവനോടെ ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കെന്നല്ല, ലോകത്ത് ആർക്കും അത് വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷേ കോടിക്കണക്കിന് വരുന്ന ആളുകളുടെ പ്രാർത്ഥന ഒരുപക്ഷെ ദൈവം കേൾക്കാതെ ഇരിക്കില്ല എന്ന ആത്മവിശ്വാസം മാത്രമാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഓരോ മലയാളിയുടെയും മനസ്സിൽ ഈ നിമിഷവും അർജുനെ നീ ഒരു ചിരിയോടെ മുകളിലേക്ക് വരുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. കാരണം നിന്നെ അത്രമേൽ ഈ നാട് ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. അതിനായി അങ്ങനെ വിശ്വസിക്കാനായി ഓരോ ആളുകളും ഭാരത് ബെൻസ് എന്ന വാഹനത്തെയും അതിന്റെ ഗുണങ്ങളെപ്പറ്റിയും സ്വയം പറയുകയാണ്. വേറെ ഒന്നിനുമല്ല, ഒരു ആത്മവിശ്വാസം സ്വയം കിട്ടാൻ അവർ ഓരോരുത്തരും ഓരോ കഥകൾ ചിന്തിച്ചു കൂട്ടുകയാണ്. നിന്റെ മടങ്ങിവരവ് മാത്രം ആഗ്രഹിക്കുന്ന ഒരു ജനതയ്ക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കൂ. എല്ലാം നിന്നോടുള്ള സ്നേഹം. പുറത്തു പോയാൽ പോലും നിന്റെ പേര് പറഞ്ഞ് കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന എത്രയോ അമ്മമാരുണ്ട്. ഒരു മകനെ കാണാതായ വേദനയോടെ അവർ ഇന്നും പറയുന്നത് AC വണ്ടിയാണ്, അതിനുള്ളിൽ ഇരുന്നാൽ നിനക്ക് ഒന്നും പറ്റില്ല എന്ന് തന്നെയാണ്. എൻ്റെ മക്കൾ സ്കൂൾ വിട്ട് വന്ന പാടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: അർജുൻ ചേട്ടന്റെ കാര്യം എന്തായി എന്ന്. അപ്പോൾ എൻ്റെ മനസ്സ് പിടയും. എന്തായാലും അർജുനേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ ഞാൻ സമാധാനിപ്പിക്കും. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് അവരോടൊക്കെ പറയുക? അത്രമേൽ നീ ആരൊക്കെയോ ആണിപ്പോൾ. ഓരോ അമ്മമാർക്കും ഓരോ കൂടപ്പിറപ്പുകൾക്കും നീ ഇപ്പോൾ മകനാണ്, കൂടപ്പിറപ്പാണ്. ആ സ്നേഹം ഈ ദിവസങ്ങളിലെല്ലാം പല സ്ഥലങ്ങളിലും വെച്ച് നിന്റെ പേര് പറഞ്ഞ് പൊട്ടിക്കരയുന്നവരെ നേരിൽ കണ്ടു. അവരുടെയൊക്കെ ആഗ്രഹം പോലെ, അവരുടെയൊക്കെ പ്രതീക്ഷകൾ പോലെ എൻ്റെ കൂടപ്പിറപ്പെ നീ തിരികെ വരണം. നിന്നെ ഒന്ന് കാണാൻ, ചിരിക്കുന്ന മുഖത്തോടെ നിന്നെ ഒന്ന് നേരിൽ കാണാൻ അത്രമേൽ ആഗ്രഹം ഇപ്പോൾ ഉണ്ട്. പറ്റില്ലടോ നിന്നെ വിട്ടുകൊടുക്കാൻ. നീ എൻ്റെ ആരുമായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ നീ എൻ്റെ ആരൊക്കെയോ ആണ്. മനസ്സിൻ്റെ വേദനകൾ അടക്കി പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.